അപ്പോൾ 29ാമത്തെ IFFK സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കൂടി ബാക്കിയില്ലോ. ഒരുപാട് ഫെസ്റ്റിവലുകൾ കണ്ട ആളാണ്. എങ്ങനെയുണ്ട് ഈ ഫെസ്റ്റിവലുകളും ആദ്യകാലത്തെ ഫെസ്റ്റിവലുകളൊക്കെ ഓർത്ത് നോക്കുമ്പോൾ? അത് ഞാൻ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വരേണ്യവർഗത്തിന് മാത്രമായിരുന്നു ഈ ഫെസ്റ്റിവൽ. എന്നുവെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു തമാശയാണ്. പസോളിനി എന്ന് പറഞ്ഞൊരു ഫിലിം മേക്കറുണ്ട്, ഇറ്റാലിയൻ ഫിലിം. അതിലോ പസോളിനി. അപ്പോൾ അങ്ങേരുടെ പ്രോസ്പെക്റ്റീവ് ഉണ്ടായിരുന്നത് കോഴിക്കോട് നടന്നു. അപ്പോൾ അത് ഞങ്ങൾ പത്രക്കാരാണ്, എക്സ്പ്രസ്സിലാണ്. അപ്പം അന്ന് ഞങ്ങൾക്ക് വരെ ഫെസ്റ്റിവലിൽ പാസ് ചെയ്തില്ല, മീഡിയക്ക് വരെ പാസ്സില്ല. കുറേ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബ്ലൂ ഡയമണ്ട് തിയേറ്ററില്ലേ കോഴിക്കോട്, അപ്പോൾ അവിടെയൊക്കെ തിയേറ്ററൊക്കെ ഒഴിഞ്ഞു കിടക്കുക. പാസിന് വേണ്ടി ഓളിയിട്ട് നടന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾ, പസോളിനികൾ എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് മാറിയത് ശരിക്കും പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു വിപ്ലവകരമായുള്ള പ്രസ്താവനയാണ്. പുള്ളി പറഞ്ഞു 2002 പറഞ്ഞ വേറൊന്നുമല്ല, whoever is above 18 years old and is paying $100 can be a delegate. അങ്ങനെയാണ് ആദ്യമായിട്ട് ഡെലിഗേറ്റ് ഫീ ഏർപ്പെടുത്തുന്നത്. ഇപ്പം 1000 രൂപയോ 500 രൂപയോ. പക്ഷെ അതൊരു വലിയ സംഭവമായിരുന്നു. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു സിനിമ കാണാൻ, നല്ല സിനിമ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സിനിമ കാണാം എന്നുള്ള ഒരു ക്ലോസ് വെച്ചതാണ്. അങ്ങനെ ഏറ്റവും എന്താ പറയുക, ഒരു റവല്യൂഷണറി ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുള്ള ഒരാൾ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. അങ്ങനെയാണ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഇത്രയും ആൾക്കാർ, ഇത്രയും കുട്ടികളൊക്കെ വരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അന്ന് 100 രൂപ കൊടുത്താൽ പിന്നെ കുട്ടികൾക്ക് കുറച്ച് പൈസ കുറച്ച് കൊടുത്തു. അങ്ങനെ. അപ്പോൾ ഈ 2002 മുമ്പ് എങ്ങനെയായിരുന്നു പാസുകൾ കൊടുത്ത്? പാസ് കൊടുക്കില്ലായിരുന്നു. പാസ് കൊടുക്കുന്ന എല്ലാം ഈ ഫിലിം സൊസൈറ്റിയുടെ ആൾക്കാരായിരുന്നു. അതിൽ പങ്കെടുക്കുന്ന ആളുകൾ അങ്ങനെയല്ല, അതായത് നിങ്ങൾക്കൊരു റെക്കമെൻഡേഷനാണ്. അങ്ങനെയായിരുന്നു റെക്കമെൻഡേഷൻ. എന്നോട് ഷാജി പറഞ്ഞു, ഇവിടെ ഫെസ്റ്റിവലിൻ്റെ ഡെപ്യൂട്ടി, പുള്ളി പറഞ്ഞാൽ പുള്ളി ഇന്ത്യൻ എക്സ്പ്രസ് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളിക്ക് വരെ കിട്ടാനായിട്ട് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുടെ പിന്നെ ശുപാർശ വേണ്ടിയിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിയത് അടൂരാണ്. അത് അദ്ദേഹം ചെയ്തൊരു വലിയൊരു തീരുമാനമായിരുന്നു. ഡെലിഗേറ്റ് ഫീസ് സാധനം ഏർപ്പെടുത്തി, നിങ്ങൾക്കിത് പേ ചെയ്യാം. ഇപ്പോൾ കൂടിയോ? കാരണം കാലങ്ങൾ അതിൻ്റെ കോസ്റ്റൊക്കെ കൂടുമല്ലോ, അങ്ങനെ കൂടി. പക്ഷേ അതൊരു വലിയ തീരുമാനമായിരുന്നു. ഓക്കെ. അപ്പോൾ അന്ന് കാലത്ത് ഇവരുടെ പണ്ടേ പങ്കെടുക്കുന്ന ഒരാളാണ്. അന്ന് കാണിച്ച സിനിമകളും ഇന്ന് കാണിച്ച സിനിമകളും അതിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളോ നിലവാരത്തെ കുറച്ചോ അല്ലെങ്കിൽ നിലവാരം കൂടുതലോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും IFFK പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ? IFFK എന്നും ഒരു നല്ല നിലവാരം പുലർത്തിയുള്ള ഒരു ഫെസ്റ്റിവലാണ്. കാരണം എനിക്ക് ഇതേ സമയത്ത് തന്നെ ഗോവയിലെ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ കൈരളിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു 2 വർഷം. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അന്ന് അവിടെ ഒരു ഐനോക്സ് തിയേറ്റർ കിട്ടിപ്പുറത്ത് 85 ഡേയ്സാണ് എന്നറിയാം. അതായത് അവർ മുംബൈ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു സംഗതി പിടിച്ചടക്കാൻ വേണ്ടി എന്നുവെച്ചാൽ അതിൻ്റെ ഒരു അത് മൊത്തം കൈയടക്കി അവസാനം. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അവിടെ ഒരു സിറ്റ് ബാക്ക് ആംബിയൻസ് ഉണ്ടെന്നുള്ളത് നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ 7 അല്ലെങ്കിൽ വരില്ല ഗോവ ഫെസ്റ്റിവൽ. IFFKയിൽ സിനിമകളുടെ നിലവാരം എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീരമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക 3 കോണ്ടിനെൻസാണ് നമ്മൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അപ്പോൾ ആദ്യമൊക്കെ പറയും 3 ലോക രാജ്യങ്ങൾ എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ എന്നാൽ പോലും അവരുടെ ഒരു എന്താ പറയുക പ്രത്യേക കൾച്ചർ ഉണ്ടല്ലോ ലാറ്റിൻ അമേരിക്ക വിശേഷിച്ചു, അത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. പക്ഷെ ഇത്തവണ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെ ഒരു കുറച്ചും കൂടി ഒരു ഊർജ്ജസ്വലത വന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തുകൊണ്ട് ഗോവയിലെ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു വർഷം, അതിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എല്ലാ കോണ്ടിനെൻസിൽ നിന്നുള്ള സിനിമകൾ മത്സര വിഭാഗത്തിൽ വന്നിരുന്നു.
പക്ഷെ അതൊരു നല്ല കാര്യമല്ലാതെ അവർക്ക് തന്നെ മനസ്സിലായി. അമേരിക്കയിലേക്കുള്ള അറിയാലോ ഒരു പ്രത്യേക. ഈ സമീപകാല വർഷങ്ങളിൽ നോക്കിയാൽ IFK എന്ന് വെച്ചാൽ സിനിമ കാണുന്നതിൻ്റെ അപ്പുറം, ചിലർക്ക് സിനിമ കാണുന്നതിൻ്റെ അപ്പുറം ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വേദി കൂടിയായിട്ട് IFK മാറി. അത് പണ്ടും അങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ സിനിമ ആയിരുന്നു. അത് മാത്രമല്ല, ഞാനത് പ്രത്യേകിച്ച് പറയുന്നത്, നമ്മൾ എഴുതിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ 29 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു കാലയളവാണ്, ഓൾമോസ്റ്റ് 3 decades ആയല്ലോ. അപ്പോൾ അതിനകത്ത് അതിൽ വളർന്നു വന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. അവർ ഈ ഫെസ്റ്റിവലിൻ്റെ കൂടെ തന്നെ വന്ന ആൾക്കാരാണ്. അവർ സിനിമ ചെയ്തു, അവരുടെ സിനിമകൾ ഇവിടെ കാണിച്ചു, അവരിവിടെ വന്നിട്ട് അവാർഡ് മേടിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് പേര്. അപ്പോൾ ഒരുപാട് ആൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേര് ഈ ഫെസ്റ്റിവലിൻ്റെ കൂടെ വളർന്നു വന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭീമാപ്പള്ളി എന്നൊരു സ്ഥലത്ത് ഇതിൻ്റെ ഒരു കാലമുണ്ടല്ലോ, DVD വരുന്നു, CD DVD അങ്ങനെ വരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം ഔട്ട്ഡേറ്റഡായിട്ട് പോകണു, അങ്ങനെ കുറേ കാര്യമില്ല. അപ്പം അങ്ങനെ ഇതെല്ലാം വരുന്നതിന് സമയത്ത് ഇവരൊക്കെ വളർന്നു വരികയാണ്. അപ്പം ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു എല്ലാ സിനിമകളും. ഞാനിങ്ങനെ നമ്മൾ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കാണുകയാണ്, അതായത് ഓരോ സിനിമകളും ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വെച്ചാൽ ഇവരിതെല്ലാം കണ്ടു വളർന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഫെസ്റ്റിവലിന് സാധിച്ചതുകൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ സൗഹൃദങ്ങളുടെ. അപ്പം അതായത് നമ്മളീ ഫെസ്റ്റിവലിന് മാത്രം കാണുന്ന മനുഷ്യന്മാരുണ്ട്, ഒരു വർഷം മാത്രം കാണുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉണ്ട്. സൗഹൃദങ്ങൾ ഇങ്ങനെ ഊട്ടിയുറപ്പിക്കാനും. കാരണം ഒരു മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും വർഷങ്ങൾക്കിടയിൽ അന്നൊക്കെ എന്ന് വെച്ചാൽ ഒരു VHS കാസറ്റ് കിട്ടാൻ നമുക്ക് ഭയങ്കര പ്രയാസം. നമ്മൾ ബീനാപ്പോളിൻ്റെ അടുത്ത് പോകണം, മൂപ്പരടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ആണ് നമ്മൾ ഓരോ സംഗതികൾക്ക് എടുക്കാൻ ഒരു കഷ്ണം എടുക്കണമെങ്കിൽ തന്നെ വലിയ പ്രശ്നമാണ്. അപ്പോൾ എല്ലാം മാറി. പിന്നെ CD ആയി, DVD ആയി, പിന്നെ ഡൗൺലോഡ് ചെയ്യാനായി. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ കാണിക്കുന്ന പല സിനിമകളും നമുക്ക് പല സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്, നമ്മൾ പറയാതിരിക്കേണ്ട കാര്യം അല്ലേ. ഇപ്പോൾ സബ്സ്റ്റൻസ് ഉള്ള പടമൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഒക്കെ ഉണ്ടായിട്ട്. മാറിയെങ്കിൽ പോലും എന്തുകൊണ്ട്, അതാണ് അക്ഷയ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു കൃത്യമായ ഉത്തരം. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ വരുന്നു ഈ OTT കാലത്ത്, നമ്മൾ എന്തുകൊണ്ട് ഫെസ്റ്റിവലിൽ വരുന്നു എന്നൊരു ചോദ്യമുണ്ട്. വീട്ടിലിരുന്നാൽ പോരെ. അതായത് നമ്മൾ വേറൊരു സംഭവമുണ്ട്, അതായത് നമ്മളുടെ ഒരു സൗഹൃദത്തിൻ്റെയും ആൾക്കാരെ കാണുന്നതിൻ്റെയും അതൊക്കെ ഉണ്ട്, ഈ ചർച്ചകളുടെയും. അതായിരിക്കും എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു വിമർശനവും പുറത്തുനിന്ന് ഉയരുന്നുണ്ട്. ഫെസ്റ്റിവലിൽ പങ്കെടുക്കാതെ പുറത്തുനിന്ന് ഉയരുന്ന വിമർശനമാണ്, അവർ സിനിമ അധികം കാണുന്നില്ല, അവർ വെറുതെ ഇവിടെ പോകുന്നതാണ്, ആളുകളെ കാണാൻ പോകുന്നതാണ്. അങ്ങനെ ആ വിമർശനത്തിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലില്ല. അത് ഞാൻ പറയാം. അതായത് ഞാൻ അത് സ്പെസിഫിക്കായിട്ട് എനിക്ക് പറഞ്ഞു, ഒന്നും വിചാരിക്കരുത്. ഞങ്ങളൊക്കെ 90കളുടെ തുടക്കത്തിൽ സിനിമ കാണാൻ വരുന്നത് ഈ കുറേ ആൾക്കാർ ഇങ്ങനെ വരും. അവർ കയറി വന്നിട്ട് ഈ സിനിമ ഒന്നും അവർ കാണില്ല, അവരൊരു 10 മിനിറ്റ് സിനിമ കണ്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും, ചീത്തയൊക്കെ പറഞ്ഞിട്ട്. ഈ പണം കൊടുത്ത് സിനിമ കാണാൻ തുടങ്ങിയ ആ സമയത്താണ് സീരിയസ് ആയിട്ടുള്ള വ്യൂയിങ് ഉണ്ടായിട്ടുള്ളത്. അത് അക്ഷയ്ക്ക് മനസ്സിലാവേണ്ട. ഈ കുട്ടികളൊക്കെ നിങ്ങൾ നോക്കുള്ളൂ, അവരുടെ പ്രൊഫൈലും ഒക്കെ സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ആൾക്കാരാണ്. അവരുടെ സിനിമ മുഴുവൻ കാണും. എനിക്കറിയാം, എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, ദേ വാച്ച് ഫിലിംസ്, സീരിയസ് ആയിട്ട് കാണും. ഇത് മാത്രമല്ല, അവർക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയാം. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അറിയാം, നമ്മൾ ഇങ്ങോട്ട് പറയും, സാറേ അത് ആ സിനിമ ഇങ്ങനൊരു സിനിമ ഉണ്ടായിരുന്നു കേട്ടോ, കൃത്യമായിട്ട് പറയും. അപ്പം അങ്ങനെയല്ല, സീരിയസ് വ്യൂയിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ശരിക്കും സത്യം. ഇതുപോലെ തന്നെ മറ്റൊരു വിമർശനമാണ് പുറത്തുനിന്ന് വരുന്നത്. അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള വരുന്ന സിനിമകളായിരുന്നു സിനിമകൾ, ഇപ്പൊന്നും കാര്യമായിട്ടുള്ള സിനിമകളില്ല, അങ്ങനെ ഒരു തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവാറില്ല. അതിപ്പോ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. കാരണം വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് ആരാ പറഞ്ഞത്, എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ ലോകത്തെ നോക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണത്. പുതിയ ലോകത്തെ നമ്മൾ കാണണ്ടേ. പുതിയ ലോകത്ത് എൻ്റെ പഴയ ലോകമല്ലോ പുതിയ ലോകം.
ഒരിക്കലുമല്ല. ആ നമ്മൾ കാണുന്നൊരു എന്തെല്ലാം സാധനം AI വന്നു, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിക്കണമല്ലോ ഇതിന്റെ മുമ്പിൽ. ഈ പുതിയ ചെറുപ്പക്കാരുണ്ടാക്കുന്ന സിനിമകളല്ലേ, അപ്പൊ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് പഴയ സിനിമയായിരുന്നു നല്ലത്, ശരിയാണ്, നമുക്ക് ആസ്വദിക്കാം. ഇപ്പോൾ പഴയ പാട്ടുകൾ ആസ്വദിക്കാം, അത് ശരിയാണ്. പുതിയ പാട്ടുകൾ മോശമൊന്നുമല്ലോ. അതെ അതെ. അവര് ഒരു പുതിയ നമ്മുടെ കുട്ടികളല്ലേ, ഞാൻ വിചാരിച്ച കാര്യമില്ല. സിനിമയ്ക്ക് എന്നും ഒരു യൗവനമാണ്, അതേ പാടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും സിനിമാ ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്ത് ലൈഫിൽ ഏതെങ്കിലും ഒരു ഒരുപാട് എല്ലാ ഫെസ്റ്റിവലും അതിൻ്റെതായ പ്രത്യേകത ഉണ്ട്. സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഫെസ്റ്റിവൽ ഉണ്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? പല ഫെസ്റ്റിവലുണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഒന്ന് ജോർജ് സാറ് പിന്നെ ചെയർമാനായിരുന്നൊരു ജൂറി ഫെസ്റ്റിവലാണ്. അന്നാണ് ക്ലൈമാക്സ് എന്നുള്ള പടം അപ്പം എന്നോട് പറഞ്ഞു. അപ്പം അത് ഒരു ജൂറി ചെയർമാൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ക്ലൈമാക്സ് എന്നുള്ള സിനിമയാണ്. നൂറി ബിൽഗയുടെ പടം, ടർക്കിഷ് സംവിധായകൻ. അപ്പം അത് കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് പോയി. അതൊരു സ്പെഷ്യൽ സംഭവം. അപ്പോൾ അതിനകത്തൊരു കടപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ വിയർക്കുന്നതിൻ്റെ മൊത്തം ഡീറ്റെയിൽസാണ്. വെറുതെ വിയർക്കുക, അത്രേ ഉള്ളൂ. അത് കാണാനും പോയേ ഡീറ്റെയിലിംഗ് ആണ്. അപ്പം അങ്ങനെ ചില എന്താ പറയുക, ഒരു മാസ്റ്റേഴ്സിൻ്റെ അതെ ഒരു അവർ കണ്ട സിനിമകളുടെ ഒരു ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പം അത് ആ വർഷം എനിക്ക് ഓർമ്മയില്ല. അതുപോലെ ജോർജ് സാറിൻ്റെ സ്വപ്നാടനം എന്നൊരു സിനിമ ഞാനും ഞാനൊരു ഭാഗമായിരുന്നു. വെങ്കിടി CS വെങ്കടേശൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അത് കൊണ്ടുവന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റാണ് അത് കാണിച്ചു. അന്ന് സെക്കൻഡ് ഷോ ആയിരുന്നു. അന്ന് കേരളത്തിലെ എല്ലാ ബുദ്ധിജീവികളും ഉണ്ടായിരുന്നു, സാറും ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഓരോ സംഭാഷണങ്ങൾ കഴിയുമ്പോൾ ആൾക്കാർ ചിരിക്കുക, കൈയടിക്കുക. അങ്ങനത്തെ ഒരു തലമുറ മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും IFKയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 29 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അക്ഷയോടും വിഷ്ണുവിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇത് വളരെ പോസിറ്റീവാണ്. കാരണം സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ രൂപഭാവങ്ങളിലും. അപ്പം അതിൻ്റെ ഒരു എന്താ പറയണേ, ഒരു ആ തലമുറ മാറ്റത്തിൻ്റെ ഒരു ചർച്ചയാണ് ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.